പറയാനാണെന്ന് പറഞ്ഞാൽ മതി. നീ പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ശ്രീനി ഇതിൽ ഇടപെടണ്ട. ഞാൻ ആദ്യയോട് സംസാരിക്കാം. ഓ വേണ്ട, തലയിരിക്കുമ്പം വാലാടണ്ട. എന്റെ മരുമാനോട് ഞാൻ സംസാരിക്കാൻ ഭാര്യ. പറമോനെ, നിന്റെ മനസ്സിലുള്ളതെല്ലാം നീ എന്നോട് പറ. എനിക്കിതിൽ കൂടുതലൊന്നും പറയാല്ല. ആ കടപ്പുറത്തുകാർ പറഞ്ഞ പോലെ എന്റെ മോൾ റോഗാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ ഉമാദം പറഞ്ഞു ഈ കല്യാണം വേണ്ടത്? ആരും പറഞ്ഞില്ല. ഇത് ഞാൻ തന്നെ നിശ്ചയിച്ചതാ. എന്റെ മോളെ ചതിക്കാന്ന് അല്ലേ? ഇത്രയും കാലം അവളെ കൂടെ കൊണ്ടുവന്ന് പേരുദോഷം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നിനക്ക് രക്ഷപ്പെടണല്ല. പൂജയും ഞാനും തമ്മിൽ യാതൊരു പിണക്കവും. പിന്നെ ഈ വിവാഹം വേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നുവെച്ചാ വിവാഹം കഴിക്കാതെ എന്റെ മോളുടെ കൂടെ നിനക്ക് ജീവിക്കണം അല്ല? അല്ല, നാളെ ആവേശം തെടുക്കുമ്പോ ആരും അറിയാതെ നിനക്ക് അവളെ ഉപേക്ഷിക്കണം അല്ലേ? അങ്കിള് വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലേ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല. എന്താണ് വിചാരിച്ചേ? ഇതൊക്കെ മനസ്സിലാവുന്ന പ്രായം കഴിഞ്ഞാടാ ഞാൻ ഇവിടെ വരുത്തിയേ. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി എന്റെ കൊച്ചിനെ ഒഴിവാക്കാനാണ് നിന്റെ തീരുമാനങ്ങളുണ്ടല്ലോ, പിന്നെ നീ ജീവനോടെ ഈ ലോകത്തുണ്ടാവില്ല. ഒന്ന് കളയുന്നില്ല ഞാൻ. മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഈ ശ്രീനിവാസൻ ആരാണെന്ന് നീ അറിയൂടാ. നിനക്ക് അലക്കി തേച്ച കുപ്പായിട്ട് ശ്രീനിവാസനെ ഏസിനെ മാത്രമേ അറിയൂ. അതിനപ്പുറം നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വൃത്തികെട്ട മുഖമുള്ള ഒരു ശ്രീനിവാസനുണ്ടാ. ആ ശ്രീനിവാസനെ വെറുതെ നീ പുറത്തിറക്കരുത്. സ്ഥലം നോക്ക്. നിശ്ചയിച്ചിരിക്കുന്ന തീയതി തന്നെ കല്യാണം നടക്കും. ഞാൻ എടുത്തു തരുന്ന താലി നീ എന്റെ മകളുടെ കഴുത്തിൽ കെട്ടുകയും ചെയ്യും. കെട്ടിക്കുന്നതിനെ കൊണ്ട് ഞാൻ പോടാ ഇവിടുന്ന്. ശ്രീനി എന്താ ഇത്? അവന്റെ ചെലവിൽ തന്നെ അവള് പ്രസവിക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് കുറുപ്പിനെ. നിനക്ക് ജീവനിൽ തീരെ കൊതിയില്ലല്ലേടാ? ഇല്ല. എന്താ? അത് ശരി, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചല്ലേ? ഞാനങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെ ഒന്നും കൽപ്പിച്ചിട്ടില്ല. ഓ, ഇനി വേണമെങ്കിൽ കൽപ്പിക്കാം. വണ്ടി എടുത്ത് മാറ്റം മുന്നിൽ നിന്ന്. ഓഹോ, എന്നോട് കൽപ്പിക്കാനും മാത്രമൊക്കെ ആയല്ലേ നീ? കൽപ്പിച്ചത് കേട്ടില്ലേ? മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റാൻ. മാറ്റിയില്ലെങ്കിൽ എന്താണ് നീ തോന്നിയാസം കാണിക്കുന്നോ? മര്യാദയ്ക്ക് താൻ വണ്ടി എടുത്ത് മാറ്റുന്നോ അതോ ഞാൻ തല്ലി പൊട്ടിക്കണോ? വേണ്ട. എനിക്ക് വണ്ടി എടുത്ത് മാറ്റോ. ഇനി എന്റെ വഴിമുടക്കം വന്നോണ്ടല്ലോ. എടോ, തന്നോട് ഞാൻ പറഞ്ഞല്ലേ അവൾ എന്റെ പെണ്ണാന്ന്. എന്നേ നീ മാത്രം പറഞ്ഞാ മതിയോ? പോരാ, അവളും പറയണം.
അവൾ എന്നേ പറഞ്ഞു കഴിഞ്ഞു. അവൾ നിന്നോട് പറയുന്നതിന് മുമ്പേ മറ്റൊരാളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൻ ജീവനോട്. അതെന്റെ വിഷയമല്ല. ഞാൻ കെട്ടാൻ പോണ പെണ്ണ അവള്. തടയാനങ്ങനെ വന്ന തകർത്തോളെ ഞാൻ. പിടിവിടോ. വീട്ടിലേക്ക് നീ എന്തിയോടാ? തന്നെ ഞാൻ തല്ലാതെ വിടുന്നതേ പ്രായത്തെ മാനിച്ച. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. വണ്ടി എടുത്ത് മാറ്റോ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. വല്ലതും കാണിക്കണമെങ്കിലേ ഇപ്പൊ കാണിക്കടോ. നീ അവളെ കെട്ടുന്നതേ എനിക്കൊന്ന് കാണണം. തീയതി അറിയാം, മുഹൂർത്തം വന്നാ മതി, കാണാം. അമ്മയ്ക്ക് എന്താ ഇപ്പൊ ഇങ്ങനൊരു സംശയം? സംശയമൊന്നുമില്ല. എന്നാലും ചുറ്റും നടക്കുന്നത് ഓരോന്ന് കാണുമ്പോ ആകെ ഒരു ആധി. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനിവിടെയില്ലേ. എന്ത് വില കൊടുത്ത് ഞാൻ ഈ കല്യാണം നടത്തില്ലേ? അതെനിക്കറിയാം മോളെ. എന്നാലും നമ്മളറിയാതെ ആരൊക്കെയോ ഈ കല്യാണം നടത്താതിരിക്കാൻ പ്രവർത്തിക്കുന്ന പോലെ ഒരു തോന്നല്. ഒക്കെ അമ്മയുടെ വെറും തോന്നല. ദേ, അമ്മ എന്നെ മാത്രം വിശ്വസിച്ചാ മതി. ആ വിശ്വാസം കൊണ്ടല്ലേ മോളെ എല്ലാവരെയും വെല്ലുവിളിച്ച് ഇതിനിറങ്ങി പുറപ്പെട്ടത്. അവളെവിടെ? പൂജ അകത്തുണ്ട്. ആദ്യോ? അവൻ പുറത്തേക്ക് പോയിരിക്കുക. ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പൂജയെ ഒന്ന് കാണട്ടെ. ഓ, മോളെ, അമ്മ എപ്പോ വന്നു? നീ കൂടി അറിഞ്ഞിട്ടാണോ ആദ്യം അവിടെ വന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ പോവാണോ? എന്നിട്ടെന്തിനാ? പഴയതുപോലെ രണ്ടും കൂടി നാട് വിടാനാണോ പരിപാടി? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി നിങ്ങളുടെ കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. കാലത്ത് കല്യാണത്തിന് സമ്മതാണെന്ന് പറയുന്നു, വൈകിട്ടത് മാറ്റി പറയുന്നു. അതെ, നീയൊക്കെ ജീവിതത്തെക്കുറിച്ച് എന്താ കരുതി വെച്ചിരിക്കുന്നത്? ആ, എത്തിയോ? ഇവിടെ കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഒറ്റയ്ക്ക് നാട് വിട്ടു പോയെന്ന്. ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനമാണെങ്കിലും, അതല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ടുള്ള തീരുമാനമാണെങ്കിലും, അത് വിവാഹം മുടക്കാനാണെങ്കിൽ കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല.